നമസ്കാരം. ഏവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഈ 20/9/2025 നടന്ന +1 PSC എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ 8.5 × 6.3 K ആയാൽ Kയുടെ വില എത്ര? അത് 85 63 കൂടെ ഗുണിക്കുക. അത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ 5355 വരും. ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം ആദ്യത്തെ സംഖ്യയിൽ, രണ്ടാമത്തേതിലും പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം. അപ്പോൾ ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് ആകെ 2 സ്ഥാനം വേണം. ഈ സംഖ്യ അങ്ങ് എഴുതുക, 5355 എഴുതുക. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, 53.55. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 53.55. 8.5 × 6.3 K ആയാൽ Kയുടെ വില എത്ര? അതായത് 85 63 കൂടെ ഗുണിക്കുമ്പോൾ 5355 വരും. അപ്പൊ അവിടുന്ന് നമുക്ക് ഇവിടെ ആദ്യത്തെ സംഖ്യ പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം, രണ്ടാമത്തെ സംഖ്യയിലും പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം. അപ്പൊ നമുക്ക് ആകെ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. അപ്പൊ 2 സ്ഥാനം വേണം. 53.55. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 135 75 90 എന്നീ 3 സംഖ്യകളെയും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ എന്നാ ചോദിച്ചേക്കുന്നത്. അങ്ങനെ ചോദിച്ചാല് നമുക്ക് അതിന്റെ 3ന്റെയും HCF കണ്ടാൽ 135 75 90. ഇവിടെ 5ലും 0ലും അവസാനിക്കുന്ന സംഖ്യകളായതുകൊണ്ട് 5 അതിന്റെ 5 വെച്ച് എല്ലാ സംഖ്യയും ഹരിക്കാൻ പറ്റും. അപ്പൊ 5 വെച്ച് ഹരിക്കാം. 5 2 10 15 27 15 5 75 18 5 90. ഇനി നമുക്ക് ഇതിലെല്ലാത്തിനും ഇനി 3ന്റെ ഘടകമായിട്ട് വരുന്നുണ്ട്. അപ്പൊ 3 എഴുതാം. 3 9 3 5 15 6. ഇനിയും പൊതുഘടകങ്ങൾ വരുന്നില്ല, എല്ലാത്തിനും വരണം. 9 5 6. 9 6 5-നില്ല, അതുകൊണ്ട് അവിടെ നിർത്താം. അപ്പൊ ഇവിടെ നമുക്ക് വന്ന ഏതാണോ അതാണ്. ഏതിനുകൊണ്ടൊക്കെ ഹരിക്കാൻ പറ്റും? 5 കൊണ്ടും 3 കൊണ്ടും ഇവയെ വിശേഷം ഹരിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ ഉത്തരം വരും? HCF എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. 5 × 3, അതായത് 15 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈ 3 സംഖ്യയുടെ HCF കണ്ടാൽ മതി. അപ്പൊ ഈ 135 75 90 5ലും 0ലും അവസാനിക്കുന്നതുകൊണ്ട് ഇതിന്റെ എല്ലാം പൊതുഘടകമായിട്ട് വരും 5. 5 വെച്ച് ഹരിക്കുമ്പോൾ 135-നെ 5 വെച്ച് ഹരിക്കുമ്പോൾ 27, 75-നെ 5 വെച്ച് ഹരിക്കുമ്പോൾ 15, 90-നെ 5 വെച്ച് ഹരിക്കുമ്പോൾ 18 5 90. ഇനി 3 വെച്ചതിനെ 3-നെ പറ്റും. 3 9 27 3 5 15 3 6 18. ഇനി 9 5 6 3നും പൊതുഘടകങ്ങൾ വരുന്നില്ല, അതുകൊണ്ട് അവിടെ നിർത്താം. അപ്പൊ ഇവിടെ എന്തുകൊണ്ടൊക്കെ നിശേഷമായിരിക്കാൻ പറ്റും? 5 കൊണ്ടും പറ്റും, 3 കൊണ്ടും പറ്റും. അപ്പൊ അവിടെ HCF എത്രയാണ്? 5 × 3 15. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ √9 + 16 എന്ന് പറയുന്നത് x ആയാൽ x-ന്റെ വില എത്ര? അപ്പൊ x-ന്റെ വില നോക്കാം. x = √9 + 16 എത്ര? 25. √25 എത്ര? 5 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. √25. x-ന്റെ വില നേരിട്ടെങ്കിലും തന്നേക്കുക. √9 + 16. √9 + 16 എന്ന് പറഞ്ഞാൽ √25. √25 എന്ന് പറഞ്ഞാൽ 5. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്? 108 km/h. സ്പീഡ് 108 km/h ആണെന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 108 km സഞ്ചരിക്കുന്ന അതിന്റെ അർത്ഥം. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ മിനിറ്റിലാണല്ലോ ചോദിച്ചേക്കുന്നത്. 108 km/h ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്ന ചോദിക്കുന്നത്. അതായത് 1 മണിക്കൂറിൽ 108 km. 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് 108 km. ഇവിടെ മിനിറ്റിലല്ല ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട്. അതായത് 1 മിനിറ്റിലാണ് നമുക്ക് അറിയേണ്ടത്. 1 മിനിറ്റ് 108 / 60. അത്രയും കിലോമീറ്റർ ആണ്. നമുക്ക് മീറ്ററിലാണ് ഓപ്ഷൻ എല്ലാം തന്നേക്കുന്നത്. അതുകൊണ്ട് 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണെന്നറിയാം. അപ്പൊ കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 108 / 60 × 1000, അത്രയും മീറ്റർ വരും. അപ്പൊ 18 108. അതായത് 18 × 100 1800 മീറ്റർ വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1800 മീറ്റർ. സ്പീഡ് എന്ന് പറയുന്നത് 108 km/h ആണ് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 1 മണിക്കൂറിൽ 108 km ഓടും.
1 മണിക്കൂർ എത്ര മിനിറ്റ്, 1 മിനിറ്റ് കൊണ്ട് എത്ര എന്നാ ചോദിച്ചേക്കുന്നത്. 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. 60 മിനിറ്റില് 108 കിലോമീറ്റർ. അങ്ങനെയാണ് 1 മിനിറ്റിലാണ് ചോദിച്ചേക്കുന്നത്. 1 മിനിറ്റിൽ കാണാൻ 108/60 അത്രയും കിലോമീറ്റർ ആണ് നമുക്കിവിടെ യൂണിറ്റ്. അപ്പൊ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അപ്പൊ കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ മീറ്ററിലാണ് നമ്മുടെ ഓപ്ഷൻ എല്ലാം. നമുക്ക് 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. 108/60 × 1000. 18 108 18 × 100 1800 മീറ്റർ. ഓപ്ഷൻ എ ആണ്. ഇനി 400 രൂപ വിലയുള്ള ഒരു സാധനത്തിന് 12% ലാഭം ലഭിച്ചാൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില തന്നിട്ടുണ്ട് 400 രൂപ. ലാഭം എത്ര തന്നിട്ടുണ്ട്? 12%. അതായത് ഏതിന്റെ? വാങ്ങിയ വിലയുടെ 12%. വാങ്ങിയ വിലയുടെ ലാഭമായാലും നഷ്ടമായാലും വാങ്ങിയ വില അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നത്. വാങ്ങിയ വിലയുടെ 12%. അതായത് 12/100 × 400. അപ്പൊ 48 രൂപയാണ് ലാഭം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കാണാൻ ലാഭമാണെങ്കിൽ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ കൂട്ടുക, നഷ്ടമാണ് തന്നിരുന്നെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ നിന്ന് കുറയ്ക്കുക. സെല്ലിംഗ് പ്രൈസ് കാണാന് 400ഉം എത്ര രൂപ ലാഭം കിട്ടി? 48ഉം കൂടെ, അതായത് 448. എപ്പോഴും കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനമാക്കി, വാങ്ങിയ വില അടിസ്ഥാനമാക്കിയാണ് ലാഭമായാലും നഷ്ടമായാലും കണക്കാക്കുക. ലാഭം 12%, കോസ്റ്റ് പ്രൈസിന്റെ 12%, വാങ്ങിയ വിലയുടെ 12%, അതായത് 48 കിട്ടും. സെല്ലിംഗ് പ്രൈസ് വിറ്റ വില കാണാൻ ആ 400 രൂപയുടെ 48 കൂട്ടുക ലാഭമായുണ്ട്. നഷ്ടമായ കുറച്ചാൽ മതി. അതായത് 448 രൂപ വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 400 രൂപ വിലയുള്ള സാധനത്തിന് 12% ലാഭം ലഭിക്കുന്നെങ്കിൽ വിറ്റ വില ചോദിച്ചേക്കുന്നു, സെല്ലിംഗ് പ്രൈസാ ചോദിച്ചേക്കുന്നു. കോസ്റ്റ് പ്രൈസ് വന്നിട്ടുണ്ട് 400 രൂപ വാങ്ങിയ വില. ലാഭം എത്ര ശതമാനം? 12%. ഏതിന്റെ? വാങ്ങിയ വിലയുടെ കോസ്റ്റ് പ്രൈസിന്റെ 12%. അതായത് 12% ഓഫ് കോസ്റ്റ് പ്രൈസ്. 12/100 × 400, അതായത് 48 രൂപ ലാഭം കിട്ടി. സെല്ലിംഗ് പ്രൈസ് കാണാൻ ലാഭം ആയതുകൊണ്ട് ഈ 400 കൂടെ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ ലാഭം കിട്ടിയ വിലയും കൂടെ കൂട്ടിയാൽ മതി. 400 48 കൂടെ കൂട്ടുമ്പോൾ 448 രൂപ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2ൽ നിന്ന് എത്ര കുറച്ചാൽ 0.99 കിട്ടും? 2ൽ നിന്ന് എക്സ് കുറച്ചാൽ 0.99 കിട്ടും. അങ്ങനെയാണ് എക്സ് കാണാൻ എക്സ് അങ്ങ് റൈറ്റ് സൈഡിൽ പോയാൽ മതി. 2ൽ നിന്നും 0.99 കുറച്ചാൽ എക്സ് ഇങ്ങനെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ എക്സ് നെഗറ്റീവ് എക്സ് പോസിറ്റീവ് എക്സ് ആവും. 2ൽ നിന്നും 0.99 കുറച്ചാൽ മതി. ഇവിടുന്ന് പോരെ ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 9. ഇവിടുന്ന് വീണ്ടും പറയാം 9 പോകെ 0 10 × 9 പോകെ 1. 0.00 ന്ന് 0.99 കുറയ്ക്കുക. ഇവിടുന്ന് പറയുമ്പോൾ 10 × 9 പോകെ 1 1.01 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് 2ൽ നിന്ന് എക്സ് കുറച്ചാൽ 0.99 കിട്ടും. അങ്ങനെയാണ് എക്സ് കാണാൻ ഇതങ്ങ് റൈറ്റ് സൈഡിൽ പോയാൽ മതി. 2ൽ നിന്ന് 0.99 കുറച്ചാൽ എക്സ് കിട്ടും. 2ൽ നിന്ന് 2.00 ന്ന് 0.99 കുറച്ചാൽ മതി. 6ാം ക്ലാസ്സിലെ കണക്കാണ്, സിമ്പിൾ കണക്ക്. 1.01 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1.01. ഇവിടെ റൂട്ട് ഓഫ് 1225 35 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് സ്ക്വയർ റൂട്ട് ഓഫ് 0.1225. അതായത് സ്ക്വയർ റൂട്ടിനകത്ത് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കണം. 1 2 3 4. സ്ക്വയർ റൂട്ടിനകത്ത് 4 സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ 2 സ്ഥാനം ഉണ്ടാവും. 35 തന്നെയാണ്. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഉള്ളതെന്ന് എടുത്താൽ മതി. 0.35. ഓപ്ഷൻ എ ആണ് ഉത്തരം. റൂട്ട് ഓഫ് 1225 35 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് സ്ക്വയർ റൂട്ട് ഓഫ് 0.1225. അതായത് റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക. 4 സ്ഥാനം. 4 സ്ഥാനം ഉണ്ട്. നമ്മുടെ ഉത്തരത്തിൽ 2 സ്ഥാനം, അതിന്റെ പകുതിയെ കാണാം. 2 സ്ഥാനം. അപ്പൊ 35 തന്നിട്ടുണ്ടായതുകൊണ്ട് അതിന്റെ കണ്ടുപിടിക്കണം. 35 പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുള്ള ഓപ്ഷൻ അങ്ങ് എഴുതിയാൽ മതി. 0.35. ഓപ്ഷൻ എ ആണ് ഉത്തരം. നമുക്ക് 2 മെത്തേഡ് ചെയ്യാവുന്നതാണ്. 5ൽ 3 ഭാഗം എന്ന് പറയുന്ന എത്ര ശതമാനമാണ്? 5ൽ 3 × 100. ഫ്രാക്ഷന്റെ ശതമാനം കാണാൻ 100 ഇട്ട് ഗുണിച്ചാൽ മതി ഫ്രാക്ഷനെ. അതായത് 20 × 30 60% വരും. 5ൽ 3 എന്ന് പറയുന്നത് 60%. ബാക്കിയുള്ള എത്രയാണ്? 40%. 100% ആണല്ല മൊത്തം. അപ്പം ആകെ ഉള്ളതിന്റെ
40%. ബാക്കി എന്ന് പറയുന്നത് 80 ലിറ്ററാണ്. 80 ലിറ്ററും കൂടെ ഒഴിച്ചപ്പോഴാണ് അത്രയും വന്നത്. അതായത് ആകെ ഗുണം 40% സമയം 80 ലിറ്റർ. അതായത് ആകെ കാണാൻ എന്ത് ചെയ്താൽ മതി? കൂടെ കിടക്കുന്ന 40% വെച്ച് ഹരിച്ചാൽ മതി. അതായത് 80/40/100. അതായത് 80 ഇൻറ്റു അത് തിരിച്ചിട്ട് ഗുണിച്ചാൽ 100/40. 200 വരും. 200 ലിറ്റർ. ഓപ്ഷൻ ബി ആണ്. ഇത് രണ്ട് രീതിയിലും ചെയ്യാം. 5ൽ 3 ഭാഗം വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കി എന്ന് പറയുന്നത് 5ൽ 2 ഭാഗം. അപ്പൊ ആകെ ഉള്ളതിന്റെ 5ൽ 2 ഭാഗം എത്രയാണ്? 80 ലിറ്ററും കൂടെ ഒഴിച്ചപ്പോഴാണ് പറഞ്ഞത് 5ൽ 2 ഭാഗം. ബാക്കി ഒഴിച്ചത് എത്രയാണ്? 80 ലിറ്റർ. അപ്പൊ 5ൽ 2 ഇൻറ്റു ആകെ എന്ന് പറയുന്നത് 80. അപ്പൊ ആകെ കാണാൻ 80/5ൽ 2 എന്ന് പറഞ്ഞാൽ 80 ഗുണം അതിന്റെ വ്യുൽക്രമം ഇട്ട് ഗുണിക്കുക. 80 ഗുണം 5/2 വരും. 80 ഗുണം 5/2. അപ്പൊ നമുക്ക് 200 ലിറ്റർ ഇട്ട്. ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 4 കളികളിൽ നേടിയ റൺസ് 6, 50, 20, 24 ആണെങ്കിൽ അവയുടെ ശരാശരി, അയാളുടെ ശരാശരി റൺസ്, അതായത് എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. 24/4 അതായത് 100/4 25 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആകെ റൺസിൻ്റെ ശരാശരി കാണാൻ ആകെ ഡിവൈഡഡ് ബൈ റൺസിൻ്റെ എണ്ണം. ആകെ ഇതെല്ലാം കൂടെ കൂട്ടുക, 4 കൊണ്ട് ഹരിക്കുക. 4 കളികളുടെ റൺസാണ്. അതായത് 25 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി 2 സംഖ്യകളുടെ ഗുണനഫലം, അതായത് 2 സംഖ്യകളുടെ ഗുണനഫലം LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് ഒരു ഫോർമുല ഉണ്ട്. 2 സംഖ്യകളുടെ ഗുണനഫലമാണ്. ഗുണനഫലം അന്നൊരു ഫോർമുല ഉണ്ട്. LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് 2 സംഖ്യകളുടെ ഗുണനഫലം. LCM തന്നിട്ടില്ല, LCM കാണണം. ഇൻറ്റു HCF തന്നിട്ടുണ്ട് 3 സമയം 2 സംഖ്യകളുടെ ഗുണനഫലം എത്ര തന്നിട്ടുണ്ട്? 36. LCM ഗുണം HCF സമം 36. HCF ഇവിടെ എത്ര? 3 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ LCM കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 36നെ കൂടെ കിടക്കുന്ന 3 കൊണ്ട് ഹരിച്ചാൽ മതി. 12 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 12. LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് 2 സംഖ്യകളുടെ ഗുണനഫലമാണ്. അങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. LCM നമുക്ക് അറിയാത്തതുകൊണ്ട് LCM ഇൻറ്റു 3 സമം 36. അങ്ങനെയാണ് LCM എങ്ങനെ കാണും? ഈ കൂടെ കിടക്കുന്ന 3 കൊണ്ട് 36നെ ഹരിച്ചാൽ മതി. 12 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വരിയായ കുറച്ച് റോസാ ചെടികൾ അടുക്കി വെച്ചിരിക്കുന്ന റോസാ ചെടികളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് പൂക്കളുള്ളത്. മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ ആ ചെടി 32ാമതും പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ ആ ചെടി 17ാമതുമാണുള്ളതെങ്കിൽ ആ വരിയിൽ ആകെ എത്ര ചെടികളുണ്ടെന്നാണ് ചോദ്യം. എത്ര റോസ് ചെടികൾ? അങ്ങനെ ചോദിച്ചാൽ ഈ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഉള്ളത് കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. അതായത് 49 നിന്ന് 48 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. മുന്നിൽ നിന്നും 32ാമതും പിന്നിൽ നിന്നും 17ാമതുമാണ്. അപ്പോൾ ആ വരിയിലാകെ എത്ര ഉണ്ടെന്ന് അറിയാൻ 2ഉം കൂടെ കൂട്ടിയിട്ട് 2ഉം 17ഉം കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ 48 ചെടികളാണുള്ളത്. ഇനി പദങ്ങളെ അർത്ഥവത്തായുള്ള രീതിയിൽ ക്രമീകരിക്കുക. 1 അടുക്കള, 2 അടുപ്പ്, 3 ഗ്രാമം, 4 വീട്, 5 കല. അപ്പോൾ അർത്ഥവത്തായ ഇതിൽ നോക്കാം നമുക്ക്. ഗ്രാമത്തിലെ വീട്, വീടിലെ അടുക്കള, അടുക്കളയിൽ അടുപ്പ്, ഗ്രാമം 3, ഗ്രാമത്തിലെ വീട് 4, വീട്ടിലെ അടുക്കള, വീട്ടിലെ അടുക്കള, അടുക്കളയിലെ അടുപ്പ്, അടുപ്പിലെ കല. ഇങ്ങനെ ഒരു 3ൽ തുടങ്ങുന്ന ഒരു ഓപ്ഷൻ. ഗ്രാമത്തിലെ വീട്, വീടിലെ അടുക്കള, അടുക്കളയിലെ അടുപ്പ്, അടുപ്പിലെ കല. ഇങ്ങനെ 3ൽ തുടങ്ങുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല. ഇനി നേരെ തിരിച്ചിടാതെ 5, 2, 1, 4, 3. അപ്പോൾ ഇതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം. അതായത് തിരിച്ച് നോക്കാം. അതായത് 5 കല എവിടാന്ന്? കലം അടുപ്പിൽ. അടുപ്പ് എവിടാന്നുള്ളത്? അടുക്കളയിൽ. അടുക്കള വീടിൽ. വീട് ഗ്രാമത്തിൽ. അത് നേരെ തിരിച്ച്.
അടുക്കളയിൽ നിന്ന് തുടങ്ങുന്നു. അടുക്കളയിലെ കലത്തിൽ നിന്ന് തുടങ്ങും. കലം വീടിലെ, വീട് അടുക്കളയിലെ, അടുക്കള കലം അടുപ്പിൽ, അടുപ്പ് അടുക്കളയിലെ, അടുക്കള വീടിൽ, വീട് ഗ്രാമത്തിൽ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇവിടെ ഡിവിഷനാണ് ഇനിയുള്ളത്. ഡിവിഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഡിവിഷൻ 8/2 എത്ര? 4. പിന്നെ ഇവിടെ 4 × 4 വരും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുന്ന ആദ്യം അങ്ങ് എഴുതി. 8/2 4. പിന്നെ ഇവിടെ ഒരു ഇൻറ്റു 4 ഉണ്ട്. പിന്നെ ഒരു 18 മൈനസ് ഉണ്ട്. ഇനി ഇൻറ്റു ഒന്ന് ചെയ്യണം. 4 × 4 എത്ര? 16. 18 എന്ന് കുറയ്ക്കുക. 18 16 പോകെ 2 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 8/2 ആദ്യം ഒന്ന് ചെയ്യുക. 8/2 എത്ര? 4. 4 × 4 ഇനി ഒന്ന് ചെയ്യുക. 4 × 4 മൾട്ടിപ്ലിക്കേഷൻ പിന്നെ ചെയ്യണം. ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. 4 × 4 16. അതായത് 18 4 × 4 കുറയ്ക്കുമ്പോൾ 18 16 പോകെ 2 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി ഇവിടെ ഒറ്റയാനാര്? ഇവിടെ 17, 19, 21, 23. ഈ 17, 19, 23 അഭാജ്യ സംഖ്യകളാണ്. അതിന് ഒന്നും ആ സംഖ്യയെ മാത്രമേ ഘടകങ്ങളുള്ളൂ. 1ഉം 17 ആണ് ഇതിൻ്റെ ഘടകങ്ങൾ. ഇവിടെ 1ഉം 19 ആണ്. ഇവിടെ 1 23 ആണ്. 21 ഭാജ്യ സംഖ്യയാണ്. 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. 1, 3, 7, 21. അപ്പോൾ 21 ഒറ്റയാൻ. അത് മാത്രം ഭാജ്യസംഖ്യയാണ്. ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ്. ഇവിടെ നമുക്ക് നോക്കാം. 22, 27, 31, 34, 36. ഇനി അടുത്ത ശ്രേണി. ഈ ശ്രേണിയിലെ അടുത്ത പദം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ 22ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 27 കിട്ടി. 27ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 31 കിട്ടി. 31ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 34 കൂട്ടി. 34ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 36 കൂട്ടി. 5 കൂട്ടി, 4 കൂട്ടി, 3 കൂട്ടി, 2 കൂട്ടി. ഇനി അടുത്തത് 1 കൂട്ടണ്ടേ. അതായത് നമുക്ക് ഏത് വരും? 37 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആ രീതിയിലാണ് ഈ ശ്രേണി പോയേക്കുന്നത്. ആദ്യത്തെ 22ൻ്റെ കൂടെ 5 കൂട്ടി 27 കിട്ടി. 27ൻ്റെ കൂടെ 4 കൂട്ടി 31 കിട്ടി. 31ൻ്റെ കൂടെ 3 കൂട്ടി 34 കിട്ടി. 34ൻ്റെ കൂടെ 2 കൂട്ടി 36 കിട്ടി. 36ൻ്റെ കൂടെ 5 കൂട്ടി 4 കൂട്ടി 3 കൂട്ടി 2 കൂട്ടി 1 കൂട്ടും. 56ൻ്റെ കൂടെ 1 കൂട്ടി 37. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി കൂട്ടത്തിൽ പെടാത്ത, ഇത് പലതവണ PSC ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. ത്രികോണം, ചതുർഭുജം, വൃത്തം, പഞ്ചഭുജം. ഇത് മാത്രമേ ഉള്ളൂ കാർഡായിട്ടുള്ളത്, വക്ര ഇതുള്ള റൗണ്ടിലുള്ളത്. ബാക്കിയെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ട് രൂപപ്പെട്ടേക്കുന്ന ഇതാണ്. ഇത് 5 വശമുള്ള 5 സ്ട്രെയിറ്റ് ലൈൻസ് യോജിപ്പിച്ച് കിട്ടുന്നത്. ഇവിടെ 3 ത്രികോണം, 3 ചതുർഭുജം, 4 വശമുള്ള ഏത് ഫിഗറിനെയും ചതുർഭുജം എന്ന് പറയാം. ഇവിടെ വൃത്തമാണ് ഉത്തരം. 3ൻ്റെ ഗുണിതമാണെന്ന് കാണാൻ ഇത് 3ഉം കൂടെ കൂട്ടി നോക്കും. 6, 2, K. ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3ൻ്റെ ഗുണിതമായിട്ട് വരണം. 6 + 2 + Kയ്ക്ക് വരെ 1 ഇട്ട് കൊടുക്കുക. 6, 2, 8, 1, 9. അത് 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 1 ശരിയാണ്. ഇനി അടുത്തത് 4 നോക്കാം. 6 + അത് 3 അക്കങ്ങളും കൂടെ കൂട്ടി നോക്കുമ്പോൾ 3ൻ്റെ ഗുണിതം വരണം. 6 + 2 + 4. അതായത് 8, 4, 12. അപ്പോൾ 2 ശരിയാണ്. 2 3ൻ്റെ ഗുണിതമാണ് 12. Kയ്ക്ക് വരെ 4 കൊടുക്കുക. 6 + 2 + K. 6 + 2 + K കാണും. അപ്പം 3ൻ്റെ ഗുണിതമായിട്ട് വരുന്ന ഏതാണോ അതെടുക്കുക. 6 + 2 ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുക 1. 6, 2, 8, 1, 9. 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 1 ശരിയാണ്. ഇനി 6 + 2 അടുത്തത് 4 കൊടുക്കുക. 6, 2, 8, 4, 12. അതും 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 2 ശരിയാണ്. ഇനി 3 കൊടുത്തു നോക്കാം. 6 + 2 + 3. 6, 2, 8, 3, 11. 3ൻ്റെ ഗുണിതമാണോ? അല്ല. അപ്പം 3ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി 6 + 2 + 7 നോക്കാം. 6, 2, 8, 7, 15. അപ്പോൾ അത് 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 1ഉം 2ഉം 4 മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3ാമത്തെ ശരിയല്ല. 1ഉം 2ഉം 4ഉം മാത്രം ശരിയാണ്. അതായത് ഒരു സംഖ്യ, ഇത് 3 അക്ക സംഖ്യയാണ്. 6, 2, K. 62K. അതായത് ഇത് 3ഉം കൂടെ കൂട്ടി നോക്കുമ്പോൾ Kയ്ക്ക് ഓരോ വില ഇട്ട് കൊടുത്തു ഓപ്ഷനിൽ. ഓരോന്നും 6ഉം 2ഉം ഒന്നുകൂടെ കൂട്ടുമ്പോൾ 9 വരും. ആ സംഖ്യകൾ കൂട്ടി നോക്കിയാൽ 3ൻ്റെ ഗുണിതമാണ് വരുന്നതെങ്കിൽ 9 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 1ാമത്തെ ശരിയാണ്. ഇനി 6ഉം 2ഉം 4 കൂടെ കൂട്ടുക. 6ഉം 2ഉം 8, 4, 12. അതും 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ അതും ശരിയാണ്. ഇനി 3 ഇട്ട് കൊടുക്കുക. 6ഉം 2ഉം 3, 8, 3, 11. 11 3ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് ഇത് ശരിയല്ല. ഇനി 6ഉം 2ഉം 7, 8, 7, 15. അത് 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 1ഉം 2ഉം 4ഉം മാത്രം ശരി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നോക്കാം. ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ്
അമ്മയുടെ വയസ്സ്. 3 വർഷം കഴിയുമ്പോൾ അത് 5 മടങ്ങാകും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലായി? സാധാരണ അമ്മയ്ക്ക് എത്ര വയസ്സല്ലേ അപ്പുവിന് എത്ര വയസ്സെന്നാണ് ചോദിക്കുന്നത്. ഇത് അപ്പുവിനേക്കാൾ അമ്മയ്ക്ക് എത്ര വയസ്സ് കൂടുതലാണെന്നാണ് ചോദ്യം. അതായത് ഇപ്പോഴത്തെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയ അമ്മയുടെ വയസ്സ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അപ്പുവിൻ്റെയും അമ്മയുടെയും വയസ്സ്, അപ്പുവിൻ്റെ വയസ്സ് ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിന് എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ അമ്മയുടെ വയസ്സ് എത്രയാണ്? 9 മടങ്ങാൻ തന്നിട്ടുണ്ട്. അപ്പോൾ 9x. 3 വർഷം കഴിയുമ്പോഴോ? 3 വർഷം കഴിയുമ്പോൾ 2 പേർക്കും എത്ര കൂട്ടും? 3 കൂടും. x+3, അമ്മയുടെ വയസ്സ് 9x+3 ആണ്. 3 വർഷം കഴിയുമ്പോൾ ഒരു ബന്ധം തന്നിട്ടുണ്ട്. അമ്മയുടെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിനേക്കാൾ 5 മടങ്ങാകുന്നു. അതായത് അമ്മയുടെ വയസ്സെന്ന് പറയുന്നത് അപ്പുവിൻ്റെ വയസ്സിനേക്കാൾ 5 മടങ്ങ്. അമ്മയുടെ വയസ്സെന്ന് പറയുന്നത് 3 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സെന്ന് പറയുന്നത് അപ്പുവിൻ്റെ വയസ്സിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണ്. 3 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് എത്ര ആകും? 9x+3 എന്ന് പറയുന്നത് അപ്പുവിൻ്റെ വയസ്സ് എത്രയാണ്? x+3, അതിനേക്കാൾ 5 മടങ്ങ് കൂടുതൽ. 5 ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്. 3 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് 9x+3, അപ്പുവിൻ്റെ വയസ്സ് x+3. അപ്പുവിൻ്റെ 3 വയസ്സ് കൂടുന്നു, അമ്മയുടെ 3 വയസ്സ് കൂടുന്നു. അപ്പോൾ അമ്മയുടെ വയസ്സ് അതായത് 9x+3 എന്ന് പറയുന്നത് 5 മടങ്ങാകുമെന്ന് വന്നിട്ടുണ്ട് അപ്പുവിൻ്റെതിനേക്കാൾ. 5 × x+3, അതായത് 9x+3 സമം 5 × x+3 എന്ന് പറയാം 5x + 5 × 3 15. 9x, x രണ്ടും ഒരേ സൈഡിലാക്കും. 9x - 5x സമം ഒരു 15 ഉണ്ട്. ഈ 3 ഇപ്പുറം വരുമ്പോൾ 15 - 3, അതായത് 4x. 9x നിന്ന് 5x പോയാൽ 4x എന്ന് പറയുന്നത് 12 വരും. അപ്പോൾ എക്സിൻ്റെ വില 12/4 3 കിട്ടും. എക്സിൻ്റെ വില 3. x 3 ആണ് ഇപ്പോഴത്തെ പ്രായം ചോദിച്ചേക്കുന്നത്. ഇപ്പോഴത്തെ അപ്പുവിൻ്റെ വയസ്സ് എത്ര? 3 ആണ്. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ വയസ്സ് എത്ര കിട്ടും? അപ്പുവിൻ്റെ വയസ്സ് നമ്മൾ കണ്ടുപിടിച്ചു 3 ആണ്. അമ്മയുടെ വയസ്സ് 9x, അതായത് 9 × 3 27. ഇപ്പോൾ അപ്പുവിന് 3 വയസ്സാകുമ്പോൾ അമ്മയ്ക്ക് 27 വയസ്സ്. അപ്പോൾ എത്ര വയസ്സ് കൂടുതലുണ്ട്? 27 നിന്ന് 3 കുറച്ചാൽ 24. ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പുവിൻ്റെ വയസ്സും അമ്മയുടെ വയസ്സും അപ്പുവിൻ്റെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതുകൊണ്ട് അപ്പുവിൻ്റെ വയസ്സ് എക്സ് എന്ന് എടുക്കുന്നു. അമ്മയുടെ വയസ്സ് ഇപ്പോഴത്തെ വയസ്സ് അപ്പോൾ എത്ര? ഒരു 9 മടങ്ങ്, 9x. ഇനി 3 വർഷം കഴിഞ്ഞാൽ ആഫ്റ്റർ 3 years 3 വർഷം കഴിഞ്ഞാൽ അപ്പുവിൻ്റെ വയസ്സ് എത്ര ആകും? x+3, 3 വയസ്സ് കൂടും. അമ്മയുടെ വയസ്സ് എത്ര ആകും? 9x+3. ഇനി 3 വർഷം കഴിഞ്ഞാൽ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. 3 വർഷം കഴിഞ്ഞ് ഉള്ള റിലേഷൻ എന്താണ്? അമ്മയുടെ വയസ്സ്, അതായത് അമ്മയുടെ വയസ്സെന്ന് പറഞ്ഞാൽ അപ്പുവിൻ്റെ വയസ്സിനേക്കാൾ 5 മടങ്ങാകും തന്നിട്ടുണ്ട്. ഇനി 3 വർഷം കഴിഞ്ഞുള്ള വയസ്സ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത് 3 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് എത്ര ആകും? 9x+3, 3 കൂടെ കൂടും. അതായത് സമം 5 × 5 മടങ്ങാകും. അതുകൊണ്ട് അപ്പുവിൻ്റെ വയസ്സ് എത്ര? 5 × x+3. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. 9x+3 സമം 5x, 5 × x 5x + 5 × 3 15. ഇത് രണ്ടും ഒരു സൈഡിലാക്കും. 9x - 5x സമം 15. ഈ 3 ഇങ്ങിപ്പുറം വരും. സംഖ്യ അല്ല ഒരു സൈഡാക്കുക, എക്സ് ഒരു സൈഡാക്കുക. -3, അതായത് 9x നിന്ന് 5x പോകെ 4x എന്ന് പറഞ്ഞാൽ 15 നിന്ന് 3 പോകെ 12. എക്സ് സമം 12/4 3. ഇപ്പോഴത്തെ അപ്പുവിൻ്റെ വയസ്സ് കിട്ടി നമുക്ക് 3. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ വയസ്സ് എങ്ങനെ കാണാം? 9x. ഇപ്പോഴത്തെ അപ്പുവിൻ്റെ വയസ്സ് 3 ആണെങ്കിൽ അമ്മയുടെ വയസ്സ് 9 മടങ്ങ്, 9x. 9 × 3 എന്ന് പറഞ്ഞാൽ 27 വരും. അതായത് അപ്പുവിന് 3 ആകുമ്പോൾ അമ്മയ്ക്ക് 27. അപ്പോൾ അപ്പുവിനേക്കാൾ എത്ര കൂടുതലെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 27 നിന്ന് 3 കുറച്ചാൽ മതി. ഓപ്ഷൻ എ 24 വയസ്സ് കൂടുതൽ. 3ഉം 27, 24 വയസ്സും കൂടെ കൂടുതൽ അമ്മയ്ക്ക്. ഇവിടെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 4 കളികളിൽ നേടിയ റൺസ് 6, 50, 20, 24 ആണെങ്കിൽ അവയുടെ ശരാശരി, അയാളുടെ ശരാശരി റൺസ്, അതായത് എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. 24/4, അതായത് 100/4, 25 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആകെ റൺസിൻ്റെ ശരാശരി കാണാൻ ആകെ ഡിവൈഡഡ് ബൈ റൺസിൻ്റെ എണ്ണം. ആകെ ഇതെല്ലാം കൂടെ കൂട്ടുക, 4 കൊണ്ട് ഹരിക്കുക. 4 കളികളുടെ റൺസാണ്, അതായത് 25 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി 2 സംഖ്യകളുടെ ഗുണനഫലം, അതായത് 2 സംഖ്യകളുടെ ഗുണനഫലം
LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് ഒരു ഫോർമുല ഉണ്ട്. രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ്. ഗുണനഫലം അന്നൊരു ഫോർമുല ഉണ്ട്. LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം. LCM തന്നിട്ടില്ല, LCM കാണണം. ഇൻറ്റു HCF തന്നിട്ടുണ്ട് 3 സമയം രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എത്ര തന്നിട്ടുണ്ട്? 36. LCM ഗുണ HCF സമം 36. HCF ഇവിടെ എത്ര? 3 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ LCM കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 36നെ കൂടെ കിടക്കുന്ന 3 കൊണ്ട് ഹരിച്ചാൽ മതി. 12 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 12. LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ്. അങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. LCM നമുക്ക് അറിയാത്തതുകൊണ്ട് LCM ഇൻറ്റു 3 സമം 36. അങ്ങനെയാണ് LCM എങ്ങനെ കാണും? ഈ കൂടെ കിടക്കുന്ന 3 കൊണ്ട് 36നെ ഹരിച്ചാൽ മതി, 12 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഡയറക്ഷൻ ക്വസ്റ്റ്യൻ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞുതരാം. ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. അതായത് ഈശ്വരൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ഓർത്തിരുന്നാൽ മതി. ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. അപ്പോൾ ഇവിടെ ഒരാൾ വീട്ടിൽ നിന്ന് 8 കിലോമീറ്റർ നോർത്ത്, അപ്പം നോർത്തിൻ്റെ അടിയിൽ 8. പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ, 4 കിലോമീറ്റർ ഈസ്റ്റിൻ്റെ അവിടെ എഴുതി. പിന്നെ തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ട്, ഈസ്റ്റിൻ്റെ വലത്ത് ഇവിടെ 6 കിലോമീറ്റർ സൗത്തിൽ. അതിനുശേഷം വീണ്ടും വലത്തോട്ട് 4 കിലോമീറ്റർ. ഇനി ഇത് തമ്മിലാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈസ്റ്റും വെസ്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, സൗത്തും നോർത്തും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എത്ര വരും? 0 വരും. 4ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ 6ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 8ൽ നിന്ന് 6 പോകെ 2. അത് കൂടുതലുള്ളതിൻ്റെ സ്ഥലത്ത് എഴുതുക, 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് തമ്മിലുള്ള വ്യത്യാസം. നോർത്തും സൗത്തും തമ്മിലുള്ള വ്യത്യാസം 8ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 2. ഇവിടെ ഏതാണോ കൂടുതൽ? 6ആണോ 8 കൂടുതൽ? അപ്പോൾ നോർത്തിൻ്റെ അവിടെ എഴുതുക. അപ്പോൾ ഇവിടെ 0ഉം 2ഉം ആണ്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം വീണ്ടും എടുക്കുക. ഈസ്റ്റും സൗത്ത് വെസ്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, 4ഉം 4ഉം 0. അപ്പോൾ അത് ഇനി സൗത്തും നോർത്തും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്. 6ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 2. അത് കൂടുതലുള്ളതിൻ്റെ അടുത്ത് എഴുതുക, 8ആണ് കൂടുതൽ. അപ്പോൾ 2. അപ്പോൾ 2 കിലോമീറ്റർ ആണെന്ന് വരും. 2ഉം പിന്നെ ഇവിടെ 0 അല്ല ഉള്ളത്, അത് തമ്മിലുള്ള വ്യത്യാസം 2 തന്നെ. 2 കിലോമീറ്റർ കൂടുതലുള്ളതിൻ്റെ അടുത്ത് എഴുതി നോർത്ത്. അപ്പോൾ 2 കിലോമീറ്റർ വടക്കാണ് വരുന്നത്. ഒരിക്കൽ കൂടി പറയാം. ഈശ്വരൻ എന്നുള്ള ഇത് ഓർത്തിരിക്കുക. ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. അപ്പോൾ അയാൾ വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. പിന്നെ 4 കിലോമീറ്റർ കിഴക്ക്, ഈസ്റ്റിൻ്റെ അടിയിൽ എഴുതുക. പിന്നെ തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ട്, ഈസ്റ്റിൻ്റെ വലത്ത് 6. പിന്നെ 4 കിലോമീറ്റർ അതിൻ്റെയും വലത്തോട്ട്. അപ്പോൾ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം 4ഉം 4ഉം അതങ്ങ് കട്ടായി പോകും, 0. പിന്നെ അപ്പോൾ അവിടെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് സൗത്തും നോർത്തും ആണ്. സൗത്തും നോർത്തും 8ഉം 6ഉം ആണ്. അത് തമ്മിലുള്ള വ്യത്യാസം എത്താന്ന് 2ആണ്. അത് കൂടുതലുള്ളതിൻ്റെ അടിയിൽ എഴുതുക. 8 ഇവിടെ 8ആണ് കൂടുതൽ, 6ഉം 8ഉം തമ്മിൽ. അപ്പോൾ 2 കിലോമീറ്റർ വടക്കാണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഷോർട്ട് കട്ട് ഫോമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ശ്രീമാസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.